ഹലോ എവ്രി വൺ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സെലാജിനെല്ലയുടെ റൂട്ടിനെ പറ്റി പഠിക്കാം. സോ സെലാജിനെല്ലയുടെ റൂട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോംഡ് റൂട്ട് എപ്പോഴും പ്രൈമറി റൂട്ടാണ്, അതായത് ടാപ്പ് റൂട്ടാണ്. പക്ഷേ ടാപ്പ് റൂട്ട് മറ്റുള്ള പ്ലാന്റ്സ് പോലെ തന്നെ ഷോർട്ട് ലീവിംഗ് ആണ്, അതായത് എപ്പിമെറൽ ആണ്. എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് നശിച്ചു പോകും. എന്നിട്ട് അതിൻ്റെ സ്ഥലത്ത് അഡ്വൻറ്റേഷ്യസ് റൂട്ട്സ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അഡ്വൻറ്റേഷ്യസ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ലാറ്ററൽ റൂട്ട്സ് അല്ലേ. മിക്കപ്പോഴും സെലാജിനെല്ലയിൽ റൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നത് മെയിൻ സ്റ്റെമ്മിൽ നിന്ന് ബ്രാഞ്ചസ് ഡെവലപ്പ് ചെയ്യില്ലേ, ഇറക്റ്റ് ബ്രാഞ്ചസ്. ആ ഇറക്റ്റ് ബ്രാഞ്ചസ് ഡെവലപ്പ് ചെയ്യുന്ന ആ പോയിന്റിൽ നിന്ന് താഴോട്ടായിട്ടായിരിക്കും ഈ റൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ ഈ ഹെട്രോഫിലസ് ജനീറയിൽ എങ്ങനെയാണ് പ്രോസ്ട്രേറ്റ്, അതായത് ഹൊറിസോണ്ടൽ പൊസിഷനിലാണ് മെയിൻ സ്റ്റെം വളരുന്നത് അല്ലേ. എന്നിട്ട് ആ ഹൊറിസോണ്ടൽ പൊസിഷനിൽ നിന്ന് മേളിലോട്ട് ബ്രാഞ്ചസ് ഡെവലപ്പ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ ബ്രാഞ്ചസ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഇതുപോലെ റൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പോയിന്റ് ഓഫ് ഡൈക്കോട്ടമി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് മെയിൻ സ്റ്റെം ആണെങ്കിൽ അവിടെ നിന്ന് മേളിലോട്ട് ഇതുപോലെ ഇറക്റ്റ് ബ്രാഞ്ചസ് വരുന്നില്ലേ. അപ്പം നോക്കൂ, ഇത് ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് ആയില്ലേ. ഇവിടെ ഈ രണ്ട് പോർഷൻസ് നമ്മൾ എടുത്താൽ, ഇത്രയും ഭാഗം നമ്മൾ എടുത്താൽ ഇതൊരു മെയിൻ സ്റ്റെമ്മിൻ്റെ ബ്രാഞ്ച്, മറ്റ് മേളിലോട്ട് വളരുന്ന ഒരു ബ്രാഞ്ച്. അപ്പോൾ രണ്ട് ബൈഫർക്കേറ്റ് ചെയ്ത് രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് തോന്നുന്നു അല്ലേ. ഇതിനാണ് ഡൈക്കോട്ടമി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടായിരിക്കും റൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ മിക്ക കേസസിലും ഇങ്ങനെയാണ് റൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രം ദ പോയിന്റ് ഓഫ് ഡൈക്കോട്ടമി, എസ്പെഷ്യലി ഹെട്രോഫിലസ് ജീനസ് ഓർ ജെനീറ. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ലീവിഗേറ്റ എന്ന് പറയുന്ന സ്പീഷീസാണ്. എന്നാൽ ചില കേസസിൽ, ഫോർ എക്സാമ്പിൾ സ്പിനുലോസ എന്ന് പറയുന്ന സ്പീഷീസിൽ ഈ സ്റ്റെമ്മിൻ്റെ ഏറ്റവും ബേസിലായിട്ട് കുറച്ച് സ്വെല്ലിങ്സ് കാണും. അവിടെ നിന്നായിരിക്കും ഈ റൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നത്. എന്നാൽ ചില പ്ലാന്റ്സിൽ റൈസോഫോർസിൽ നിന്നായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, റൈസോഫോർസ് എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് ആയിട്ട് വളരുന്ന സ്റ്റെംസ് ആണ്. അപ്പോൾ ഈ റൈസോഫോർസിൻ്റെ ടിപ്പിലായിരിക്കും റൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നത് ചില പ്ലാന്റ്സിൽ. അതിന് എക്സാമ്പിൾ ക്രോസിയാന. എന്നാൽ ചില പ്ലാന്റ്സിൽ ഇറഗുലർ ആയിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും റൂട്ട്സ് ഡെവലപ്പ് ചെയ്യാം. അതിന് എക്സാമ്പിൾ ലെപ്പിഡോഫില്ലയാണ്. അപ്പോൾ റൂട്ട്സിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് എൻഡോജീനസ് ആണ്. എൻഡോജീനസ് എന്ന് പറഞ്ഞാൽ കോർട്ടിക്കൽ സെൽസിൽ നിന്നായിരിക്കും റൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടോ. സ്റ്റെമ്മിൻ്റെ കോർട്ടെക്സിൽ നിന്ന് ആയിരിക്കും ഈ റൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുമാത്രമല്ല, റൂട്ട്സും ഡൈക്കോട്ടമസ് ആയിട്ടായിരിക്കും ബ്രാഞ്ച് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ റൂട്ട്സും ഇതുപോലെ ആയിട്ടായിരിക്കും ഈ റൂട്ട്സിൻ്റെ ടിപ്പും ബ്രാഞ്ചഡ് ഔട്ട് ആകുന്നത്. ഇതിനാണ് ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ റൂട്ട്സും ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പം ഈ ഒരു പിക്ചറിൽ റൈസോപോറിൻ്റെ ടിപ്പിലാണ് റൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. കണ്ടോ, റൂട്ട്സ് നോക്കൂ, റൂട്ട്സിൻ്റെ ബ്രാഞ്ചിങ് നോക്കൂ. ടിപ്പ് മോസ്റ്റ് പോർഷനിൽ ഇതുപോലെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ. ഇതിനെയാണ് ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് എന്ന് പറയുന്നത്. ഇനി അടുത്ത റൈസോഫോർ ആണ്. റൈസോഫോർ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം.